ഇന്നിപ്പോൾ നിലവിലെ നഗരസഭാ ഭരണസമിതി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും മുൻ ഭരണസമിതികളുടെ തോളിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യമായി ചെയ്യുന്നത് പോലെ പുത്തരിക്കണ്ടത്ത് ഞങ്ങളിതാ നെൽകൃഷി നടത്തി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. തെരുവനായ പ്രശ്നം അത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭ ഇപ്പോൾ കുടിവെള്ള പ്രശ്നം പലവിധ പ്രശ്നങ്ങൾ കാരണം കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഞാൻ 2015 കാലഘട്ടത്തിൽ മേയറായ ആളാണ്. അപ്പോൾ ഞങ്ങൾ മേയറായി ചുമതലയേൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഭരണസമിതി നേരിട്ട ആദ്യ പ്രതിസന്ധി ഡെങ്കു ഫീവർ വ്യാപകമായി എന്നുള്ളതാണ്. അപ്പോൾ അന്ന് 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭ എന്ന നിലയ്ക്ക് ആരോഗ്യവകുപ്പിനെയും മറ്റുദ്യോഗസ്ഥന്മാരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ പ്രവർത്തനം നടത്തി നിയന്ത്രണ വിധേയമാക്കുകയും ഏതാണ്ട് ഒരു മാസം കൊണ്ട് തന്നെ ആ 2000-ന് മുകളിൽ പോയ കേസുകൾ 500-ന് താഴേക്ക് എത്തിക്കുകയും ചെയ്തു. ഞാനിത് ആദ്യം പരാമർശിക്കാനുള്ളൊരു കാര്യം, ഇന്നിപ്പോൾ നിലവിലെ നഗരസഭാ ഭരണസമിതി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള എല്ലാ വീഴ്ചകളും മുൻ ഭരണസമിതികളുടെ തോളിലേക്ക് കെട്ടിവെക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല ശുചീകരണം അത് ശ്രീ ജയംബാബു അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മേയറായിരിക്കുമ്പോഴാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് മണിക്കൂറുകൾ കൊണ്ട് നഗരം ക്ലീനാക്കുന്ന ഒരു സ്കീം ആരംഭിച്ചത്. തുടർന്ന് മേയർമാരായ ഞങ്ങളെല്ലാം അതേ പാത പിന്തുടർന്നുകൊണ്ട് നഗരം ശുചീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമായിരുന്നു. ഒരുവിധ പരാതികൾക്കും ഇടം കൊടുക്കില്ല. രാത്രി 12-1 മണിയോടുകൂടി നഗരം മുഴുവൻ ശുചീകരിച്ച് മുഴുവൻ മാലിന്യവും മാറ്റി കഴുകി വൃത്തിയാക്കിയാണ് ഞങ്ങൾ ശുചീകരണ പരിപാടികൾ അവസാനിപ്പിക്കാറുള്ളത്. ഇത്തവണ അത് പാളി. വളരെ നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ലോറികൾ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ വിന്യസിച്ച് അത് മൂവ്മെന്റ് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി സ്കീമുണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യ നീക്കം സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇത്തവണ സംഭവിച്ചത് എന്താ? ആറ്റുകാൽ ശുചീകരണം പാളിയപ്പോൾ ഇതെല്ലാം ക്ഷേത്ര ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു മേയറെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. കുടിവെള്ള പ്രശ്നം വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2017-ൽ ഇതിന് സമാനമായിട്ടുള്ള കുടിവെള്ള പ്രശ്നം തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിരുന്നു. അന്ന് 3 വനിതാ എഞ്ചിനീയർമാരുടെ ഒരു ഇടപെടൽ അന്ന് പത്രമാധ്യമങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചതാണ്. ഇറിഗേഷൻ വകുപ്പിന്റെയും KSEBയുടെയും അതുപോലെ തന്നെ നഗരസഭയുടെയും ഒരു ടീം വർക്ക്. അന്ന് പേപ്പാറയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എടുത്ത ഇടപെടൽ അന്ന് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. അതിന് കോർഡിനേഷൻ വഹിച്ചത് തിരുവനന്തപുരം നഗരസഭയായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നത്തെ മേയർ പറയുന്നത് എന്താ? ഇതെല്ലാം വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തമാണെന്നാണ്. ഞാനിപ്പോൾ ഓർമ്മിക്കണം, ഞാൻ മേയറായിരിക്കുന്ന കാലത്താണ് ഏതാണ്ട് 85 MLD കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അരുവിക്കരയിൽ രണ്ടാമതായിട്ട് ആരംഭിക്കുകയാണ്. ആ വെള്ളവും കൂടി നമുക്കിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നഗരസഭയ്ക്ക് ലഭിച്ച അമൃത് പദ്ധതി പ്രകാരമുള്ള ഫണ്ടാണ് ആ സ്കീമിന് വേണ്ടി വിനിയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെയെല്ലാം നഗരസഭയ്ക്ക് ഇടപെടാൻ അവസരമുണ്ടായിരിക്കെ ഇതെല്ലാം മുൻകാല ഭരണാധികാരികൾ ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് എന്ന് പറയുകയാണ്. പുത്തരിക്കണ്ടത്തെ നെൽ അത് നിറപുത്തരിക്ക് വേണ്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊടുക്കും. എത്രയോ പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം നഗരത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ആദ്യമായി ചെയ്യുന്നത് പോലെ പുത്തരിക്കണ്ടത്ത് ഞങ്ങളിതാ നെൽകൃഷി നടത്തി അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് എന്ന് പറയുകയാണ്. എന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, കാരണം ചില മഴ വരുന്ന സന്ദർഭങ്ങളിൽ പുത്തരിക്കണ്ടം നിറഞ്ഞ് ചിലപ്പോൾ നെല്ല് കേടായി പോകുന്നൊരു സ്ഥിതി വരും. ആ സമയത്ത് നമ്മൾ വെള്ളായണി പാടശേഖരത്തിൽ നിന്നടക്കം നെല്ല് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ മാത്രം. അപ്പോൾ ഇങ്ങനെയെല്ലാം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പുതിയ മേയർ നടത്തുന്നു എന്നത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. തെരുവനായ പ്രശ്നം അത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? അധികാരത്തിലെത്തി 45 ദിവസം കൊണ്ട് മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും, ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കും, പ്രധാനമന്ത്രി ഈ തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കും, ബഡ്ജറ്റിലൂടെ അതെല്ലാം നടപ്പാക്കും എന്ന് പറഞ്ഞ ഭരണസമിതി ഇപ്പോൾ എവിടെ പോയി? മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്വം മുൻകാല മേയർമാരുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും തലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്.